യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശു പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് തൻ്റെ പുത്രനെ നമുക്ക് തൻ്റെ കരുണയുടെ തുറവിയായിട്ട് നൽകിയ നമ്മുടെ പിതാവിനെ, തൻ്റെ പുത്രനിലൂടെ സ്നേഹത്തിൻ്റെ സമൃദ്ധി നമുക്ക് നൽകിയ പിതാവിനെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 224 സന്ദേശം. എല്ലാ വിശ്രമ സമയങ്ങളിലും ഞാൻ ദിവ്യകാരുണ്യനാഥൻ്റെ പാദാന്തികത്തിൽ ചിലവഴിക്കും. ഈശോയുടെ സന്നിധിയിൽ ഞാൻ വെളിച്ചവും ആശ്വാസവും ശക്തിയും ആർജിക്കും. എന്നോട് കാണിക്കുന്ന വലിയ കരുണയെ ഓർത്ത് നിരന്തരം നന്ദി പറയും. എൻ്റെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത്, പ്രത്യേകിച്ച് എൻ്റെ ദൈവവിളിയെ ഓർത്ത് ഞാൻ കൃതജ്ഞത അർപ്പിക്കും. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 224 സന്ദേശം. പ്രിയമുള്ളവർ, ഇതേ സന്ദേശം തന്നെയാണ് കരുണയുടെ അമ്മ നമുക്ക് വെളിപ്പെടുത്തുക. എൻ്റെ കുഞ്ഞെ, നീ ദൈവത്തോട് നിന്റെ അടുത്തിരിക്കാൻ യാചിക്കുമ്പോൾ തൻ്റെ ആഴമേറിയ സുസ്ഥിരമായ സാന്നിധ്യം അവിടുന്ന് നിനക്ക് നൽകുന്നു. അങ്ങനെ നീ എൻ്റെ കരങ്ങളിൽ കൂടുതൽ ശാന്തമായി വിശ്രമിക്കും. അങ്ങനെ എല്ലാവരും നിന്നിൽ ദൈവത്തെ ദർശിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇമ്മാനുവേൽ ആയിട്ടാണ് ദൈവം തൻ്റെ പുത്രനെ, തൻ്റെ കരുണയെ, തൻ്റെ സ്നേഹത്തെ, തൻ്റെ ജീവൻ്റെ സമൃദ്ധിയെ, തൻ്റെ നിലനിൽക്കുന്ന സമാധാനത്തെ നമുക്കായിട്ട് നൽകിയത്. ഈശോ ഇമ്മാനുവേലാണ്. ഇമ്മാനുവേൽ ആയിട്ട് ദൈവം തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ആ സ്നേഹത്തിനുള്ള പ്രത്യുത്തരവും ഇമ്മാനുവേൽ ആയിത്തീരുക, കൂടെ വസിക്കുന്നവനായി തീരുക. മനുഷ്യൻ ദൈവത്തോടു കൂടെ എന്ന് നമ്മൾ വിളിക്കപ്പെടട്ടെ. നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും അവൻ്റെ കൂടെയായിരിക്കാനായിട്ട് നമുക്ക് ഓർമ്മിക്കാം. അനേകം വിശുദ്ധരും സഹനങ്ങളിലൂടെ കടന്നുപോകുന്ന അനേകം മനുഷ്യരും തങ്ങളുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ എല്ലാം സമാധാനിപ്പിക്കപ്പെടും, എല്ലാം ആശ്വസിപ്പിക്കപ്പെടും, എല്ലാം സൗഖ്യം ആക്കപ്പെടും, എല്ലാം പരിഹരിക്കപ്പെടും, എല്ലാം വിശുദ്ധീകരിക്കപ്പെടും, എല്ലാം സുസ്ഥിരമാക്കപ്പെടും, എല്ലാം കൂടുതൽ കൂടുതൽ ഹൃദ്യമാക്കപ്പെടും, എല്ലാം നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തുറന്നു കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് ഒരു തീരുമാനമെടുക്കാം. ഈ പുതിയ വർഷം നമ്മുടെ ദിവ്യകാരുണ്യ വർഷമായിരിക്കട്ടെ. ഈ പുതിയ വർഷം ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന ഏറ്റവും അനുഗ്രഹത്തിൻ്റെ വർഷങ്ങളായിട്ട് മാറട്ടെ. ഈ പുതിയ വർഷം ദൈവമാകുന്ന സത്യത്തെ, ഈ ഭൂമിയിൽ ഏറ്റവും യാഥാർത്ഥ്യമായ ദൈവ സാന്നിധ്യത്തെ ദിവ്യകാരുണ്യത്തിൽ ദർശിക്കുന്നതായി തീരട്ടെ. ഈ പുതിയ വർഷം എൻ്റെ ഇമ്മാനുവേൽ അനുഭവമായി തീരട്ടെ. ഈ പുതിയ വർഷം എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴിയാത്രകളിലും ഒരു എമ്മാവൂസ് അനുഭവമായിട്ട് മാറട്ടെ. ഈ പുതിയ വർഷം അവൻ്റെ കൂടെയിരിക്കാനും, അവനിൽ നിന്ന് പഠിക്കാനും, അവനിൽ നിന്ന് കാണാനും, അവൻ്റെ മുഖം ദർശിക്കാനും, മേരി തിരഞ്ഞെടുത്ത ഏറ്റവും നല്ല ഭാഗം തിരഞ്ഞെടുക്കാനുമുള്ള വർഷമായി തീരട്ടെ. ഈശോയോട് നമുക്ക് പറയാം, ഈശോയെ, എൻ്റെ ജീവിതത്തെ ഞാൻ നിനക്ക് തരുന്നു. നിൻ്റെ സ്നേഹത്തിന് മറുപടിയായി, നിൻ്റെ കരുണയ്ക്ക് മറുപടിയായി, നിൻ്റെ ദാഹത്തിന് മറുപടിയായിട്ട് ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.